إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ച് നിന്ന് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരുണ്യമുള്ള മനുഷ്യ മനസ്സുകളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന, അതിലേറെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽ വയനാട് ജില്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കേട്ടതുപോലെയും അറിഞ്ഞതുപോലെയും വയനാട് ജില്ലയിലെ 2 പ്രദേശങ്ങൾ, മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച വമ്പിച്ച ഉരുൾപൊട്ടല് നമ്മൾ ഇന്നറിയുമ്പോൾ ഏതാണ്ട് 300-നടുത്ത് ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയും കണ്ടെത്താൻ ഒരുപാട് ആളുകളുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും സത്യത്തിൽ ഹൃദയഭേദകമാണ്. കൺമുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ട മക്കളുടെ വിലാപങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ട അത്തരത്തിലുള്ള കണ്ണീരണിഞ്ഞ വാർത്തകൾ, ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു ജീവിതകാലം മുഴുവൻ നാട്ടിൽ നിന്നും വിദേശത്ത് പോയും ഒക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടും സ്വത്തും എല്ലാം അതിൽ നഷ്ടപ്പെട്ടവരുണ്ട്. നമുക്കിത്തരം ഒരു ദുരന്തം നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ദുരന്തത്തിനിരയായവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ.
അതുപോലെ ആ ദുരന്തത്തിൽ പരിക്കേറ്റ് ചെറുതും വലുതുമായ പരിക്കുകളായി ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ഓരോ വർഷവും മഴക്കാലം വരുമ്പോൾ കേരളത്തിന്റെ ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യകരങ്ങളുടെ ചെയ്തികളാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കാൻ കാരണം, ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാകാൻ കാരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതൊരു പരിധിവരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിശക്തമായ മഴ പെയ്യുകയും അതിനെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയുമാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മഴ കാത്തിരിക്കുന്ന ചില സമയമുണ്ട്, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സമയമുണ്ട്. പക്ഷെ അത് ശക്തമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം ദുരന്തമുഖങ്ങളെയൊക്കെ നേരിടുന്ന സമയത്ത് ചിലരിൽ നിന്നെങ്കിലും മഴയെ ശപിച്ചുകൊണ്ടുള്ള നശിച്ച മഴ, ഒടുക്കത്തെ മഴ എന്നൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കി പറയുന്നവരുണ്ട്. പക്ഷേ ഒരു മുഅ്മിനിൽ നിന്ന് അങ്ങനെ ഒരു വാക്കൊരിക്കലും വരാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ നിഅമത്താണ് മഴ എന്ന് നമുക്കറിയാം. പക്ഷേ റബ്ബിന്റെ അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന മഴ ഒരു വേള ശക്തമായ പരീക്ഷണങ്ങളായി, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയായി പെയ്തിറങ്ങിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വിപത്തുകളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. മനുഷ്യൻ എത്രമാത്രം ഉയർന്നു എന്ന് അഹങ്കരിച്ചാലും അവരുടെ നിസ്സഹായതയും ദൗർബല്യവും ശരിക്ക് ബോധ്യപ്പെടുന്ന വേളകളാണ് സത്യത്തിൽ ഇത്തരം ദുരന്ത വേളകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2 പ്രസക്തമായ ആയത്തുകൾ, ഒന്ന് സൂറത്തു നിസായിലെ 28-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഭാരം ലഘൂകരിച്ചു തരാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ആരാ? യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ അവന്റെ ഭാരം ലഘൂകരിച്ചു കൊടുക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദുർബലരായിട്ട് തന്നെയാണ്. എത്രമാത്രം അധികാരങ്ങളും സ്ഥാനങ്ങളും ശക്തികളും കൊട്ടാരങ്ങളും എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ അതിന്റെ പേരിൽ ഊറ്റം കൊണ്ടാലും അള്ളാഹു പറയുകയാണ് 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിലൂടെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഏറെ ചിന്തനീയമായ ഒരു ആയത്താണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, എന്തെല്ലാം നിങ്ങൾ വെട്ടിപ്പിടിച്ച് എത്രമാത്രം അധികാര സ്ഥാനങ്ങളുടെ മുകളിൽ വാണാലും, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഫക്കീറുകളാണ്. ഫക്കീർ എന്ന് പറഞ്ഞ ആരാ? ഒന്നുമില്ല, 5 പൈസയ്ക്ക് വകയില്ലാത്തവനെ അറബിയിൽ പറയുന്ന പേരാണ് ഫക്കീർ. ആരാണ് ഗനീ? വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളയാണ് ഗനീ, അള്ളാഹുവാണ് സ്തുതിക്കർഹനായവൻ, അവനെ സ്തുതിച്ചുകൊള്ള എന്നാ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ചു മടങ്ങാനുള്ള അവസരങ്ങളാണ് പരീക്ഷണവേളകൾ. അത് ഉരുൾപൊട്ടലായാലും ഭൂകമ്പമായാലും മറ്റു പരീക്ഷണങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. സൂറത്തുൽ അഅറാഫിലെ 168-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഹസനാത്തുകൾ കൊണ്ടും സയ്യിആത്തുകൾ കൊണ്ടും ഉണ്ടാകും. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത് ലഅല്ലഹും യർജിഊൻ. എന്തിനാണ് അല്ലാഹു ഹസനാത്തുകൾ കൊണ്ടും സയ്യിആത്തുകൾ കൊണ്ടും പരീക്ഷിക്കുന്നത്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടിയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നതിനിടയിൽ ഓർമ്മപ്പെടുത്തലുകളാണ് എന്നുള്ളതാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഭയം, ദാരിദ്ര്യം,
അതുപോലെ തന്നെ കൃഷിനഷ്ടം, കച്ചവടത്തിലുള്ള നാശനഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് പറഞ്ഞ റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാ? വബശ്ശിരി സ്വാബിരീൻ. ഇവിടെയെല്ലാം ക്ഷമിക്കുന്നവരാരോ അവർക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കണം. ഇനിയൊരു മുസീബത്ത് ബാധിച്ചാലോ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരു മുസീബത്ത് ബാധിച്ചാലും, അത് നിന്റെ ശരീരത്തിലും നിന്റെ ചുറ്റുവട്ടത്ത് ബാധിച്ചാലും, നിന്റെ നാവിൽ നിന്ന് ഉയരേണ്ട വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറഞ്ഞിട്ട് റബ്ബ് പറയാൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അങ്ങനെ വിപത്ത് വരുമ്പോ ഇസ്തിർജാഇന്റെ പദം പറയുന്ന ആളുകളെ, അവർക്കാണ് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവുക. വറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം അവരിലാണ് വർഷിക്കുക. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അത് വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ചേരുകയില്ല. എന്തുകൊണ്ടാണത്? അവന്റെ ജീവിതത്തിൽ ഹൈറുകൾ കടന്നു വരും. മനസ്സറിഞ്ഞവൻ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തും. അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും വിപത്തുകളും കടന്നു വരും. അപ്പോഴോ അവൻ ക്ഷമിക്കും. ക്ഷമ വിട്ടുകൊണ്ടൊരു വാക്ക് അവന്റെ നാവൊന്നു വരില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല. ഫക്കാന ഖൈറല്ല, അതവന് ഖൈറായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദുരന്തങ്ങളിലും പരീക്ഷണങ്ങളിലും അകപ്പെടുമ്പോ സൃഷ്ടാവിനെ പഴിക്കുന്ന, അവന്റെ കാരുണ്യത്തിൽ നിരാശരാകുന്ന ആളുകളെ കാണാം. ഇന്നലെ 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അത്തരത്തിലൊന്ന് എഴുതി. അതിന് വിവരമുള്ള ആളുകൾ അതിന്റെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് സൃഷ്ടാവിന്, ദൈവത്തിന് കാരുണ്യമില്ലാത്തതെന്ന് ചോദിച്ചിട്ട്. പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു പറയുന്നു 89-ാം അധ്യായം 16-ാം വചനം. എന്താ റബ്ബ് പറഞ്ഞത്? വഅമ്മാ ഇദാ മബ്തലാഹ് ഫഖദറ അലൈഹി റിസ്ഖാ ഫയഖൂലു റബ്ബീ അഹാനൻ. ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കും, അവർക്ക് നിഅമത്ത് കൊടുക്കും. അപ്പം അവര് പറയും, അള്ളാഹ് എന്നെ പരിഗണിച്ചു, അള്ളാഹു എന്നെ ശ്രദ്ധിച്ചു എന്നവര് പറയും. എന്നാൽ അതേ റബ്ബ് അവനെ പരീക്ഷിച്ചിട്ട് അവന്റെ റിസ്കിനെ അള്ളാഹു ഇടുക്കി കളയുമ്പോ അവൻ പറയാൻ, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചു, എന്റെ റബ്ബ് എന്നെ കൈവിട്ടു, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു. അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, സമാനമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ എന്റെ കാലക്കേടേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഭാഗ്യദോഷം, കാലക്കേട് എന്നുള്ള പദങ്ങൾ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹു പറയാൻ അതും ഇന്ന് വരാൻ പാടില്ല. കാരണം ജീവിതത്തിൽ എന്തെല്ലാം വിപത്തുകൾ, മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അത് റബ്ബ് തീരുമാനിച്ചതാണ്, അള്ളാഹ് കണക്കാക്കിയതാണ്. ഇന്ന സെക്കൻഡിൽ ഇന്ന സ്ഥലത്ത് നടക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം ഹദീദിലെ 22-ാമത്തെ ആയത്ത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഈ ഭൂമിയിൽ എവിടെ വെച്ച് എന്തെല്ലാം മുസീബത്തുകൾ, വിപത്തുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിനെത്രയോ കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹു അതിനെ രേഖപ്പെടുത്തിയതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനത് എളുപ്പമാണ്, ഒരു പ്രയാസമുള്ള കാര്യമല്ലത്. പ്രിയമുള്ളവരെ, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മളറിയാതെ കരയുന്നുണ്ട്, തേങ്ങുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. നമുക്കറിയാം, മണ്ണിടിഞ്ഞു വീണ്, ഭിത്തി ഇടിഞ്ഞു വീണ്, വീട് പൊളിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ മരണം ഈമാനോട് കൂടിയാണെങ്കിൽ ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മരണപ്പെട്ടിട്ടുള്ള എല്ലാ വിശ്വാസികളായ ഈമാനുള്ള സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രതിഫലം നൽകുമാറാവട്ടെ. ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കരച്ചിലോ തേങ്ങലോ അതിൽ മാത്രം ഒരു ഒതുക്കേണ്ടവനല്ല വിശ്വാസി. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹജീവികളോടുള്ള കാരുണ്യം ഇത് നിർബന്ധമാണ്. പ്രവാചകൻ പറഞ്ഞു, അർറാഹിമൂൻ
കരുണയുള്ള മനസ്സുകൾ യർഹമുഹുമുർ റഹ്മാൻ, അള്ള കാരുണ്യം കാണിക്കുന്നവരോടാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രയോ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും ഇടയിൽ കഴിയുമ്പോഴാണ് മുഹാജിറുകൾ മദീനയിലേക്ക് ഹിജറ വരുന്നത്. അൻസാറുകളെ പറ്റി ഖുർആൻ പറഞ്ഞു എത്ര പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു, അതവര് മാറ്റിവെച്ചു, അതവര് മറന്നു. എന്നിട്ട് വരുന്നവരെ അവർ സ്വീകരിച്ചു, അവർ പങ്കിട്ടുകൊടുത്തു. ആ ഒരു ചരിത്രം കേട്ടവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, കേവലമായ ഒരു സഹായമല്ല വേണ്ടത്, മനസ്സറിഞ്ഞുള്ള ഖനമുള്ള സഹായമാണ് ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ ഉണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുരിതങ്ങളിൽ ആശ്വസിപ്പിക്കാൻ, സ്വാന്തനമാകാൻ ഒരു വിശ്വാസി തയ്യാറായാൽ നാളെ പരലോകത്തവന് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അള്ളാഹുവിന് ആശ്വാസമാകും, അള്ളാഹുവിന് താങ്ങാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മനസ്സ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു അവന്റെ നിയമങ്ങൾ അനുസരിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആദ്യ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മെപ്പോലെ രാത്രിയിൽ പല കാര്യങ്ങളും നാളെ ചെയ്യണമെന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടന്നവരാണ് വയനാട്ടിൽ ദുരന്തത്തിനിരയായവർ. കിടക്കുമ്പോ അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം, ഒരു മഹാവിപത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സിൽ ഒരു കൂട്ടി വെച്ച് കിടന്നവരാണ്. പക്ഷെ എല്ലാം ബാക്കിയാക്കി അവർ യാത്രയായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഏത് നിമിഷവും അത് കടന്നു വരാം. ആ മരണത്തെ ഒരിക്കലും ഒരു അതിവിദൂരമായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് മരണം എന്നത് നിങ്ങൾക്കൊരാൾക്കും അറിയുകയില്ല എന്ന് അല്ലാഹു തറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് മടങ്ങേണ്ട ഒരു ദിനത്തെ നമ്മൾ ഓർക്കുക. ഓർത്താ പോരെ, നമ്മൾ ഒരുങ്ങണം, നാളേക്ക് വേണ്ടി ഒരുങ്ങണം. എത്ര ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. 59-ാം അധ്യായം സൂറത്തുൽ ഹശറിലെ 18-ാമത്തെ ആയത്ത് ഏറെ ചിന്തനീയമായ ഒരായത്ത്. അങ്ങനെ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, ഓരോ നിമിഷവും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, എപ്പോഴും ഒരു തിരിഞ്ഞു നോട്ടം വേണം. നാളേക്ക് ഞാൻ എന്തൊരുക്കി വെച്ചു എന്ന നോട്ടം, എന്ന ചിന്ത തീർച്ചയായും വേണം. റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു മരണചിന്തയെ പറ്റിയുള്ള ബോധവും നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ദുരന്തങ്ങൾ കാരണമായി മാറണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും അവരെ സഹായിക്കണം. ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ടാണെങ്കിൽ സമ്പത്ത് കൊണ്ട് സഹായിക്കണം. പലരും കോടികളും ലക്ഷങ്ങളും ഒക്കെ അവിടേക്ക് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇല്ലായ്മയ്ക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ തുകകളായിരിക്കാം ആ കോടികളെക്കാൾ വിലമതിക്കുക. എങ്കിലും നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, അതൊക്കെ നടക്കും. അതൊക്കെ സത്യത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഒന്ന് മാറ്റിവെച്ചിട്ട്
മനസ്സറിഞ്ഞ് സഹായിക്കേണ്ട ഘട്ടമാണ്. എല്ലാവരും സഹായങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കേരള ഇസ്ലാഹി സെന്ററും ഇന്ന് അതിനു വേണ്ടിയുള്ള ഒരു ധനസമാഹരണം നടത്തുകയാണ്. ഇന്ന് പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ജുമാ കഴിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ഒരു ധനസമാഹരണം നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരും കഴിയുന്നത് ആത്മാർത്ഥമായി അതിലേക്ക് കൊടുക്കുക. കയ്യിലില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്താണ് എന്നുള്ളത് അറിയിക്കുകയും 1-2 ആഴ്ചക്കുള്ളിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെല്ലാം മനസ്സറിഞ്ഞ് ഈ ഒരു ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താങ്ങും തണലും നമുക്കൊരു ദുരന്തം, നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ അത് ലഭിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമുള്ള മനസ്സിന്റെ ആളുകളായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾ, വിശ്വാസികളായ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. ദുരന്തബാധിതരായ ആളുകൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ അവരോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായി ശിഫ പ്രദാനം ചെയ്യട്ടെ. വിട്ടുപിരിഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا